നമുക്കറിയാമല്ലോ നമ്മുടെ റോഡുകളിൽ കാർ അല്ലെങ്കിൽ വണ്ടി ഓടിക്കാനുള്ള വേഗത മണിക്കൂറിൽ 80 കിലോമീറ്ററാണ്. ചില റോഡുകളിലൊക്കെ അത് 90 കിലോമീറ്റർ 100 കിലോമീറ്റർ ഒക്കെയാണ് നമുക്ക് ഓടിക്കാൻ പറ്റുന്നത്. പക്ഷേ ഇതിലും വേഗതയിൽ ഓടാൻ പറ്റുന്ന ചീറ്റപ്പുലിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഹലോ എവരിവൺ, എൻ്റെ പേര് ഡേവിഡ് രാജു. ഞാൻ നാച്ചുറലിസ്റ്റാണ്. ഇന്ന് ഞാൻ കാട്ടിലെ കഥകളും അനുഭവങ്ങളും പറയാൻ വരുന്നത് ചീറ്റപ്പുലിയെക്കുറിച്ചാണെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ നമ്മൾ റോഡിൽ കൂടെ ഇങ്ങനെ കാർ ഓടിച്ച് പോകുമ്പോൾ 80 കിലോമീറ്റർ 100 കിലോമീറ്റർ വേഗതയിൽ പോകുമ്പോൾ അതിലും വേഗത്തിൽ ഓടാൻ പറ്റുന്ന ചീറ്റപ്പുലി അതൊരു ഭയങ്കര ഒരു രസമായിരിക്കുമല്ലോ കാണാൻ, കാട്ടിൽ കാണാൻ. അപ്പം ചീറ്റപ്പുലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചീറ്റപ്പുലി കരയിലെ ഏറ്റവും വേഗതയേറിയ മൃഗമാണ്. ബിൽറ്റ് ഫോർ സ്പീഡ് എന്നാണ് സാധാരണ ചീറ്റപ്പുലിക്ക് പറയുന്നത്. കാരണം വേഗതയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് മൃഗങ്ങളെയൊക്കെ ഓടിച്ചിട്ട് ഇതിന് പിടിക്കാൻ പറ്റും. നമ്മളിപ്പം കടുവയെക്കുറിച്ച് പഠിച്ചാലോ ലെപ്പേർഡിനെ കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ ആംബുഷ് പ്രിഡേറ്റേഴ്സാണ്. ആംബുഷ് പ്രിഡേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാട്ടിൽ പോയിട്ട് ഏതെങ്കിലും മാനുകളെ കണ്ടു കഴിഞ്ഞാൽ പതിയെ അതിനെ അപ്രോച്ച് ചെയ്തിട്ട് 10-20 മീറ്ററിനുള്ളിൽ എത്തിക്കഴിഞ്ഞ് പെട്ടെന്ന് ഓടി ചെന്നിട്ടാണ് കടുവയും പുലിയൊക്കെ മാനുകളെ പിടിക്കുന്നത്. പക്ഷേ ചീറ്റയുടെ പ്രത്യേകത, ചീറ്റയ്ക്ക് നന്നായിട്ട് കാണാൻ പറ്റും. എത്ര 1 കിലോമീറ്റർ ദൂരത്തെ ഒരു ചീറ്റയ്ക്ക് കാണാൻ പറ്റും ഗ്രാസ് ലാൻഡിലൊക്കെ. അപ്പം ചീറ്റ പതിയെ പോയിട്ട് 10-100 മീറ്റർ അടുത്ത് എത്തുമ്പോൾ തന്നെ ചീറ്റ ഓടാൻ തുടങ്ങും. ഓടിയിട്ട് അത് ഓടി ചെന്നിട്ട് മാനിനെയൊക്കെ ഇങ്ങനെ ട്രിപ്പ് ചെയ്ത് വീഴ്ത്തും. എന്ന് പറഞ്ഞാൽ ഓടി ചെന്ന് തള്ളിയിടുന്ന പോലെ തള്ളിയിട്ടിട്ട് വീഴ്ത്തിയിട്ടാണ് സാധാരണ ചീറ്റപ്പുലി ഇരയെ പിടിക്കാറുള്ളത്. ചീറ്റയെ കണ്ട എങ്ങനെ തിരിച്ചറിയാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നമ്മുടെ നാട്ടിലെ പുലിയെ പോലൊക്കെ തന്നെ ഇരിക്കും. പുലിയുടെ ഏകദേശം അതേ സൈസൊക്കെ തന്നെയാണ്. ഏകദേശം 40 മുതൽ 60 കിലോ വരെ വലിപ്പം വെക്കും ചീറ്റയ്ക്ക്. പക്ഷേ അത് മെലിഞ്ഞ ശരീരമാണ്, നല്ല ലീനായിട്ടുള്ള ശരീരവും നീളമുള്ള കാലുകളുമാണുള്ളത്. പുലിയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒന്നുകൂടെ നല്ല ലീനായിട്ടുള്ള നല്ല മെലിഞ്ഞ ശരീരമാണ് ചീറ്റയുടെ. പിന്നെ അതിൻ്റെ ദേഹത്തൊക്കെ കറുത്ത പുള്ളികൾ, കറുത്ത സ്പോട്ട്സ് ആണ് അതിൻ്റെ ദേഹം മൊത്തം ഉള്ളത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണ്ണിൽ നിന്ന് വാ വരെ വരുന്ന 2 സൈഡിലും ഇങ്ങനെ കറുത്ത വര താഴോട്ട് വരുന്നുണ്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ചീറ്റപ്പുലിയെ തിരിച്ചറിയാൻ പറ്റും. ഇനി പൊതുവെ ഉള്ളൊരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള പുലി പിന്നെ ചീറ്റപ്പുലി, സൗത്ത് അമേരിക്കയിലും സെൻട്രൽ അമേരിക്കയിലും നോർത്ത് അമേരിക്കയിലും ഒക്കെ ഉള്ള ജഗ്വാർ എന്ന് പറഞ്ഞ സ്പീഷീസ്, ഇതിനെ മൂന്നിനെയും കണ്ട ഏകദേശം ഒരുപോലെ ഇരിക്കും. ഇതിനെ തമ്മിൽ എങ്ങനെ തിരിച്ചറിയാമെന്ന് നമുക്ക് ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തെ കാര്യം, ചീറ്റയ്ക്ക് അതിൻ്റെ ശരീരത്തിൽ സ്പോട്ട്സ് അല്ലെ പുള്ളികളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതേസമയം ലെപ്പേർഡിൻ്റെ ദേഹത്ത് റൊസെറ്റ്സ് ആണുള്ളത്. അതിൻ്റെ ഫോട്ടോ ഞാനിവിടെ കാണിച്ചു തരാം, റൊസെറ്റ്സ് എങ്ങനെയുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. പിന്നെ ലെപ്പേർഡിൻ്റെ മുഖത്തൊക്കെ ചെറിയ ഡാർക്ക് ഡോട്ട്, ചെറിയ കറുത്ത സ്പോട്ടുകളും ഉണ്ട്. പക്ഷേ സൗത്ത് അമേരിക്കയിലും സെൻട്രൽ അമേരിക്കയിലും ഒക്കെ ഉള്ള ജഗ്വാറിൻ്റെ ദേഹത്ത് വലിയ റൊസെറ്റ്സുകളാണുള്ളത്. ആ റൊസെറ്റ്സിൻ്റെ നടുക്കൊരു കറുത്ത പൊട്ടുമുണ്ട്. ആ റൊസെറ്റ്സുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ജഗ്വാറിനെ തിരിച്ചറിയാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ചീറ്റപ്പുലി എന്ന് പറഞ്ഞാൽ നല്ല ലീനായിട്ടുള്ള മെലിഞ്ഞ ശരീരമുള്ളതാണ്. പുലി നമ്മുടെ നാട്ടിലും കാട്ടിലും ഒക്കെ ഉള്ള പുലികൾ നല്ല മസിലൊക്കെയുള്ള മസ്കുലറായിട്ടുള്ളൊരു ബോഡി ഉള്ളതാണ്. ജഗ്വാർ നല്ല ബൾക്കി ബോഡിയാണ്, നല്ല തടിച്ച ബോഡി ഉള്ളവരാണ് ജഗ്വാർസ്. ലെപ്പേർഡിനും ജഗ്വാറിനും റിട്രാക്റ്റബിൾ ക്ലോസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ അതിന് വേണ്ട സമയത്ത് നമ്മുടെ നാട്ടിലുള്ള പൂച്ചകളെ പോലെയൊക്കെ വേണ്ട സമയത്ത് അതിന് നഖം വെളിയിലോട്ട് എടുക്കുകയും അകത്തോട്ട് എടുക്കുകയും ചെയ്യാം. അതിൻ്റെ രണ്ടിൻ്റെ പ്രത്യേകതയാണ്. പക്ഷേ ചീറ്റയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചീറ്റപ്പുലിക്ക് ഒരു സെമി റിട്രാക്റ്റബിൾ ക്ലോസ്, എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള പട്ടികളുടെയൊക്കെ പോലെ വെളിയിലോട്ട് നഖം ഇങ്ങനെ വളർന്നു നിൽക്കുന്ന പോലെയാണ് അതിൻ്റെ ഉള്ളത്. ഇത് ഓടുന്ന സമയത്ത് ചീറ്റകൾക്ക് നല്ല വേഗത്തിൽ കുറേ നേരം ഓടാൻ പറ്റും. ആ ഓടുന്ന സമയത്ത് മറ്റു മാനുകളെയൊക്കെ ചേസ് ചെയ്യുന്ന സമയത്ത് അതിന് ഗ്രിപ്പിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഓട്ടക്കാരുണ്ടല്ലോ, 100 മീറ്റർ 200 മീറ്റർ ഓടുന്നവരൊക്കെ ഒരു സ്പൈക്സ് ഉള്ള ഷൂ ഇടുന്നത്. അതേ ഒരു ഗുണമാണ് ഈ ചീറ്റയ്ക്ക് ഈ നഖം കൊണ്ടുള്ള പ്രത്യേകത. വേറെ കാര്യം, ചീറ്റപ്പുലിക്ക് റോർ ചെയ്യാനുള്ള കഴിവില്ല, അവർക്ക് അലറാനുള്ള കഴിവില്ല. അവർ ഏകദേശം ഒരു നമ്മുടെ നാട്ടിലെ പൂച്ചകളൊക്കെ കരയുന്ന പോലത്തെ ചെറിയ സൗണ്ടാണ് വെക്കുന്നത്. പക്ഷേ അതേസമയം ജഗ്വാറിനും പുലിക്കുമൊക്കെ അവർക്ക് നല്ല ലൗഡായിട്ട് സൗണ്ട് വെക്കാനുള്ള കഴിവുണ്ട്. ലെപ്പേർഡും ജഗ്വാറും പാന്തേര എന്ന് പറഞ്ഞ ജീനസിലാണുള്ളത്. ബിഗ് ക്യാറ്റായ ടൈഗർ, ലെപ്പേർഡ്, ലയൺ, സ്നോ ലെപ്പേർഡ് ഇവരൊക്കെ ഉൾപ്പെടുന്ന ഫാമിലി തന്നെയാണ് ജഗ്വാറും ലെപ്പേർഡും ഉള്ളത്. പക്ഷേ ചീറ്റപ്പുലി അതൊരു വേറെ ജനുസിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ സംസാരിച്ചത് ബിഗ് ക്യാറ്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ അത് നമ്മൾ പറഞ്ഞിരുന്നു ചീറ്റപ്പുലി ഒരു ബിഗ് ക്യാറ്റ് അല്ല. അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ചീറ്റയ്ക്ക് റോർ ചെയ്യാനുള്ള കഴിവില്ല, ചീറ്റയ്ക്ക് റിട്രാക്റ്റബിൾ ക്ലോസ് ഇല്ല. മറ്റ് പുലിയെയും കടുവയും സിംഹത്തെ പോലൊന്നും റിട്രാക്റ്റബിൾ ക്ലോസ് ഇല്ല. പിന്നെ അത് പാന്തേര എന്ന് പറഞ്ഞ ജീനസിലല്ല പെടുത്തിയിരിക്കുന്നത് ചീറ്റപ്പുലി. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് ചീറ്റപ്പുലി ഒരു ബിഗ് ക്യാറ്റ്സ് അല്ലാത്തത്. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം പണ്ട് ഇന്ത്യയിൽ ചീറ്റപ്പുലി ഉണ്ടായിരുന്നെന്ന്? നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും ഒക്കെ ഉള്ള ഡ്രൈ ആയിട്ട് ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ചീറ്റപ്പുലി വളരെ സാധാരണയായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പം സൗത്ത് ഇന്ത്യയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കർണാടകയിലും തമിഴ്നാട്ടിലും അങ്ങ് തിരുനെൽവേലി വരെ ചീറ്റപ്പുലിയെ കണ്ടെത്തിയിട്ടുണ്ട്. ചീറ്റപ്പുലിയുടെ ഹാബിറ്റാറ്റിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന ആഫ്രിക്കയാണല്ലോ. ആഫ്രിക്കയിലെ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന വലിയ സവാന ഗ്രാസ് ലാൻഡുകളാണ് ചീറ്റപ്പുലിയുടെ മെയിനായിട്ടുള്ള ഹാബിറ്റാറ്റ്. ഇടയ്ക്ക് അവർ ഈ ഫോറസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ കാണാറുണ്ടെങ്കിലും കൂടുതലായിട്ട് അവർ പ്രിഫർ ചെയ്യുന്നത് ഓപ്പൺ ആയിട്ടുള്ള ഗ്രാസ് ലാൻഡ്. അതേസമയം ഇന്ത്യ വരുമ്പോഴത്തേക്കും നമുക്കറിയാം നോർത്ത് ഇന്ത്യയിലെ കാടുകളൊക്കെ സാധാരണ
ഓപ്പൺ ആയിട്ടുള്ള സ്ഥലമാണ്, വലിയ വലിയ ഗ്രാസ് ലാൻഡുകൾ അവിടെയുണ്ട്, കാടുകളുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് സാധാരണ ഈ ചീറ്റപ്പുലികളെ കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്പോൾ കർണാടകയിലാണെങ്കിലും തമിഴ്നാട്ടിലൊക്കെയും അതിനെ കണ്ടെത്തിയിട്ടുണ്ട് ചീറ്റപ്പുലികൾ. പക്ഷെ അവർ പ്രിഫർ ചെയ്യുന്ന നല്ല ഡ്രൈ ആയിട്ടും നല്ല വരണ്ട ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ചീറ്റപ്പുലികൾ പ്രിഫർ ചെയ്യുന്നത്. കേരളത്തിൽ ചീറ്റപ്പുലികളെ ഇന്നേ വരെ റെക്കോർഡ് ചെയ്തിട്ടില്ല. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ അറിയാമല്ലോ, നമ്മുടെ കേരളത്തിലെ കാടുകളൊക്കെ നല്ല തിങ്ങിയ കാടുകളാണ്, നല്ല ഇടതൂർന്ന വനങ്ങളാണുള്ളത്. അതിലേക്ക് ചീറ്റപ്പുലി ഒരുപക്ഷെ ഓടിപ്പോയ സൈലന്റ് വാലി കൂടെ വയനാട്ടിലെ കാട്ടിൽ കൂടെ ഒക്കെ ഓടിപ്പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ മരത്തിലൊക്കെ ഇടിച്ച് അവിടെ നിൽക്കും. അത്ര സ്പീഡിൽ പോകാനായിട്ട് ഓടാൻ പറ്റത്തില്ലാത്തതുകൊണ്ടായിരിക്കാം ചീറ്റപ്പുലികളെ ഒന്നും കേരളത്തിൽ ഇതുവരെ കണ്ടെത്താത്തത്. ഞാനതൊരു തമാശയ്ക്ക് പറഞ്ഞാണ്. അവരുടെ ഒരു ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡ്രൈ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ചീറ്റപ്പുലിയുടെ ഹാബിറ്റാറ്റ്. ചീറ്റപ്പുലിയുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ആഫ്രിക്കയിൽ ഗസേൽസ്, ഇംപാല, പിന്നെ വിൽഡർ ബീസ്റ്റ്, പിന്നെ വേറെയുള്ള കുറേ ചെറിയ ജീവികളൊക്കെ ചീറ്റപ്പുലികൾ പിടിച്ചു തിന്നാറുണ്ട്. അതേസമയം ഇന്ത്യയിൽ വരുമ്പോഴത്തേക്കിന് ഇന്ത്യയിലെ ബ്ലാക്ക് ബക്ക്, വേറെ ഇന്ത്യൻ ഗസേൽസ്, നീൽഗായുടെ കുഞ്ഞുങ്ങൾ, വേറെ ചെറിയ ചെറിയ ജീവികളൊക്കെ ഇവർ പിടിച്ചു തിന്നാറുണ്ട്. ഇതിൻ്റെ കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മൾ പ്രത്യേകിച്ച് ബ്ലാക്ക് ബക്കിൻ്റെ കാര്യം ഒന്ന് എടുത്തു പറയണം. ബ്ലാക്ക് ബക്ക് എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ കാലാഹിരൺ എന്ന് പറയും. വളരെ ഫാസ്റ്റായിട്ട് ഓടുന്ന ഒരു മൃഗമാണ് ബ്ലാക്ക് ബക്ക്. അപ്പോൾ ബ്ലാക്ക് ബക്ക് ഒരുപക്ഷെ ചീറ്റപ്പുലിക്ക് മാത്രമേ ഇതിനെ ഓടിച്ചിട്ട് പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചീറ്റപ്പുലിയുടെ വംശം അന്യം നിന്ന് പോയപ്പോഴത്തേക്കിന് ഇപ്പം ബ്ലാക്ക് ബക്കിൻ്റെ നമ്പറൊക്കെ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ഞാനിപ്പോഴും ഓർക്കണം, ഞാൻ സത്പുരയിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ബ്ലാക്ക് ബക്കിനെ കാണാനായിട്ട് ഞങ്ങൾ സാധാരണ കാടിന് വെളിയിലുള്ള ഗ്രാമപ്രദേശ ആൾക്കാർ കൃഷി ചെയ്യുന്ന ഫീൽഡുകളിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഫീൽഡിൽ പോകുന്ന സമയത്ത് 100 കണക്കിന് ബ്ലാക്ക് ബക്കുകൾ ഇങ്ങനെ കൂട്ടമായിട്ട് നിൽക്കുന്ന കാണാൻ പറ്റും. ഞങ്ങളവിടെ പോയി ഇതിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് നാട്ടുകാരൊക്കെ വന്നിട്ട് വേണം, മക്കളെ വേണേൽ നിങ്ങൾ ഇതിനെ പിടിച്ചോണ്ട് പോക്കോ, ഇത് ഭയങ്കര ശല്യമാണ്. കാരണം അവിടെ കൃഷികൾ മൊത്തം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിന് പ്രിഡേറ്റേഴ്സ് ഒന്നും ഇല്ല ബ്ലാക്ക് ബക്കിന്. ഇപ്പം പണ്ട് ചീറ്റപ്പുലികൾ പിടിച്ചു നിന്നുകൊണ്ടിരുന്നതാണ് ബ്ലാക്ക് ബക്ക്. ചീറ്റപ്പുലി വംശനാശം വന്നപ്പോഴത്തേക്കിന് ഈ ബ്ലാക്ക് ബക്കിൻ്റെ എണ്ണം കണ്ടമാനം കൂടിയിട്ട് അവരുടെ കൃഷിയൊക്കെ മൊത്തം ഇപ്പം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചീറ്റപ്പുലികൾ സാധാരണ ഒറ്റയ്ക്കാണ് സഞ്ചരിക്കാറ്, അവർ സോളിറ്ററി ആയിരിക്കും. പക്ഷേ ആൺ ചീറ്റപ്പുലികൾ 2, 3 ചിലപ്പോൾ 4, 5 ഉള്ള ചെറിയ കൂട്ടങ്ങളെയൊക്കെ ആയിട്ട് കാണാറുണ്ട്. കാരണം അവർക്ക് ഹണ്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് അവർ ഒരുമിച്ച് കൂടി താമസിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടങ്ങളെ കൊയിലേഷൻ എന്നാണ് പറയുന്നത്. ഇപ്പം ഗ്രൂപ്പ് ഓഫ് ചീറ്റാസ് ആർ കോൾഡ് കൊയിലേഷൻ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ അമ്മയും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് കാണാൻ പറ്റും. അമ്മയുടെ കൂട്ടത്തിൽ 3, 4 ഉള്ള കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ചീറ്റപ്പുലികളെ കാണാറുണ്ട്. അല്ലെങ്കിൽ അവർ സാധാരണ സോളിറ്ററി ആയിരിക്കും. പിന്നെ ചീറ്റപ്പുലിയുടെ വേറൊരു കാര്യം, ചീറ്റപ്പുലികൾ ഇന്ത്യയിലുണ്ടായിരുന്ന സബ് സ്പീഷീസ് ഏഷ്യാറ്റിക് ചീറ്റ എന്നാണ് പറയുന്നത്. 5 സബ് സ്പീഷീസുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ 4 ആഫ്രിക്കയിലാണുള്ളത്, ഒരെണ്ണം ഏഷ്യാറ്റിക് ചീറ്റ എന്ന് പറയുന്നത് ഇന്ത്യയിലും, ഇപ്പോൾ ഉള്ളത് ഇറാനിൽ മാത്രമാണ്. ഇറാനിൽ ഏകദേശം 20 എണ്ണത്തിൽ താഴെ മാത്രമേ ഉള്ളൂ. ഇന്ത്യയിലുണ്ടായിരുന്ന ചീറ്റകൾ ഓൾറെഡി എക്സ്റ്റെൻഡ് ആയിപ്പോയി. ഇനി ഇന്ത്യയിലുണ്ടായിരുന്ന ചീറ്റകൾക്ക് എന്ത് സംഭവിച്ചെന്ന് നോക്കാം. ഇന്ത്യയിലെ ചീറ്റപ്പുലികൾ 1947 തന്നെ എക്സ്റ്റെൻഡ് ആയിപ്പോയി എല്ലാം. എനിക്ക് തോന്നുന്നു ഒഫീഷ്യലായിട്ട് 1952 ഡിക്ലെയർ ചെയ്യുന്ന ചീറ്റപ്പുലി എക്സ്റ്റെൻഡ് ആയി പോകുന്നത്. പക്ഷേ ഇതിന് മെയിനായിട്ട് സംഭവിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ രാജാക്കന്മാർ ചീറ്റപ്പുലികളെ കൂട്ടമായിട്ട് പിടിക്കുമായിരുന്നു. 10, 100, 1000 കണക്കിന് എണ്ണം ചീറ്റപ്പുലികളെ കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നിട്ട് അവർ കൊട്ടാരത്തിൽ ഇതിനൊരു കൂടൊക്കെ കെട്ടിയിട്ട് അവിടെ ചീറ്റപ്പുലികളെ ഒരുമിച്ചിടും. എന്നിട്ട് ഇവർ വേട്ടയാടാൻ പോകുന്ന സമയത്ത് ഈ ചീറ്റപ്പുലികളെ ആയിട്ട് പോകും. അവരുടെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചീറ്റപ്പുലികളെ കൊണ്ടുപോയിട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു മൃഗമുണ്ട്, ബ്ലാക്ക് ബക്ക് എന്ന് പറഞ്ഞ്, കാലാഹിരൺ എന്നൊക്കെ പറഞ്ഞ ഒരു മൃഗമാണിത്. അപ്പോൾ അതിനെ വേട്ടയാടാൻ വേണ്ടിയിട്ടാണ് ചീറ്റപ്പുലികളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ചീറ്റപ്പുലികളെ അവർ ഒരുമിച്ച് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ചിലപ്പോൾ ചീറ്റപ്പുലിയുടെ കണ്ണൊക്കെ ഇങ്ങനെ മറച്ചു വെച്ചിട്ട് ഈ ബ്ലാക്ക് ബക്ക് ഉള്ള സ്ഥലത്ത് എത്തുമ്പോഴത്തേക്കും ഇത് തുറന്നു വിടും. അപ്പം ചീറ്റപ്പുലികൾ ഈ ബ്ലാക്ക് ബക്കിനെ കാണുന്ന സമയത്ത് ഇതിൻ്റെ പുറകെ ഓടി ചെന്നിട്ട് ഈ ബ്ലാക്ക് ബക്കിനെ പിടിക്കും. ബ്ലാക്ക് ബക്കിനെ പിടിക്കുന്ന സമയത്ത് ഇവർ പുറകെ പോയിട്ട് ബ്ലാക്ക് ബക്കിനെ എടുത്തിട്ട് ചെറിയൊരു ബ്ലാക്ക് ബക്കിൻ്റെ ചിലപ്പോൾ ഒരു ചെറിയ പീസൊക്കെ ഈ ചീറ്റപ്പുലിക്ക് കഴിക്കാൻ കൊടുത്തിട്ട് തിരിച്ച് ഈ ബ്ലാക്ക് ബക്കിനെയൊക്കെ ആയിട്ട് തിരിച്ച് ഇവരുടെ കൊട്ടാരത്തിലേക്ക് പോകും. അപ്പോൾ 100 കണക്കിന് ചീറ്റപ്പുലികളൊക്കെ ഒരുമിച്ച് പിടിക്കുന്ന സമയത്ത് എന്താ പറ്റുന്ന പറഞ്ഞാൽ ഇവരിനെ ക്യാപ്റ്റിവിറ്റിയിൽ അവരുടെ കൊട്ടാരത്തിൽ പാർപ്പിക്കുന്ന സമയത്ത് ഇവർക്ക് ചീറ്റപ്പുലികൾ ക്യാപ്റ്റിവിറ്റിയിൽ ബ്രീഡ് ചെയ്യുന്നതായിട്ട് അധികം റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതാണ് ഒരു മെയിൻ റീസൺ. ഈ ക്യാപ്റ്റിവിറ്റിയിൽ ചീറ്റകൾ ബ്രീഡ് ചെയ്യാതിരിക്കുമ്പോൾ കുറേ കഴിയുമ്പോഴത്തേക്കിന്, കുറേ വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കിന് അവിടെയുള്ള ചീറ്റപ്പുലികളൊക്കെ ചത്തുപോകും. അപ്പോൾ ചീറ്റപ്പുലികൾ ചത്തുപോകുമ്പോൾ എന്താ ചെയ്യുന്നത്, പിന്നെയും കാട്ടിപ്പോയി വേറെ ചീറ്റപ്പുലികളെയൊക്കെ പിടിച്ചുകൊണ്ട് വരും. അപ്പോൾ ഇങ്ങനെ സ്ഥിരമായിട്ട് കാട്ടിൽ നിന്ന് ചീറ്റപ്പുലികളെ പിടിച്ചു കൊണ്ടുവന്ന് കൊട്ടാരത്തിൽ അവരുടെ കൂട്ടിൽ വെച്ചിട്ട് ആണ് ചീറ്റപ്പുലികളുടെ ഒരു ദിവസം 99% ചീറ്റപ്പുലികൾ അന്യം നിന്ന് പോയത്. എനിക്കൊന്ന് ഷാജഹാനൊക്കെ ഏകദേശം 1000-ലധികം ചീറ്റപ്പുലികൾ വളർത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ സമയത്ത് ബ്രിട്ടീഷുകാരുടെ മെയിനായിട്ടുള്ള വിനോദം എന്ന് പറഞ്ഞാൽ ഈ മൃഗങ്ങളെ വേട്ടയാടുന്ന, അപ്പോൾ 100 കണക്കിന് ചീറ്റപ്പുലികളെയൊക്കെ ബ്രിട്ടീഷുകാർ വേട്ടയാടിയതായിട്ടും പറയപ്പെടുന്നുണ്ട്. ഇങ്ങനെ ചെയ്താണ് ഇന്ത്യയിലുള്ള ചീറ്റകളെല്ലാം അപ്രത്യക്ഷമായി പോയത്. അവസാനമായിട്ട് ചീറ്റകളെ വെടിവെച്ച് കൊന്നത് 1947 അപ്പോൾ അന്നത്തെ ഒരു നാട്ടുരാജ്യം ഉണ്ടായിരുന്നു, കൊറിയ എന്ന് പറഞ്ഞ്, ഛത്തീസ്ഗഡിലെ കൊറിയ എന്ന് പറഞ്ഞ രാജ്യം. ആ രാജ്യത്തെ ഒരു രാജാവാണ് ഈ 3 ചീറ്റപ്പുലികളെ വെടിവെച്ച് കൊന്ന്. അദ്ദേഹം വെടിവെച്ച് വന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് BNHS ജേണലിലോട്ട് ഒരു ഫോട്ടോയും പേപ്പറൊക്കെ അയച്ചു കൊടുത്ത്, ഞാനാണ് അവസാനത്തെ 3 ചീറ്റകളെ വെടിവെച്ച് കൊന്നത്. അദ്ദേഹത്തിന് അറിയാമായിരുന്നു വെടിവെച്ച് കൊല്ലുന്ന സമയത്ത് ഇന്ത്യയിലുള്ള അവസാനത്തെ 3 ചീറ്റകളാണെന്നുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ 1952 ഡിക്ലെയർ ചെയ്തു ഇന്ത്യയിൽ നിന്ന് ചീറ്റകൾ അപ്രത്യക്ഷമായെന്ന്. പിന്നെ അതിനുശേഷം 1960-കളിലും 65-കളിലും 1, 2 ഉണ്ടെങ്കിൽ ചില സ്ട്രാഗ്ലറായിട്ടുള്ള കുറേ ചീറ്റകളൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് പിന്നൊക്കെ. പക്ഷേ ആ സമയത്തേക്ക് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ചീറ്റകൾ ഓൾറെഡി എക്സ്റ്റെൻഡ് ആയി പോയി കഴിഞ്ഞിരുന്നു. നമുക്കറിയാമല്ലോ, നമുക്ക് ആ കാലത്തൊന്നും നമുക്ക് കൺസർവേഷൻ എന്നോ പ്രൊട്ടക്ഷൻ എന്നോ പറഞ്ഞൊരു സംഭവമേ നമുക്കില്ല.
1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വരുന്നത്, നമുക്ക് നമ്മുടെ നാട്ടിലുള്ള മൃഗങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആക്ടൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ നിന്ന് ഓൾറെഡി ചീറ്റപ്പുലികൾ അപ്രത്യക്ഷമായിരുന്നു. അപ്പോൾ 70 വർഷമായിട്ട് ഇന്ത്യയിൽ ചീറ്റപ്പുലികൾ ഇല്ലായിരുന്നു. അപ്പം ഇന്ത്യൻ ഗവൺമെൻറ് ഒരു ആഗ്രഹമായിരുന്നു ചീറ്റയെ ഇന്ത്യയിലോട്ട് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു വളരെ ഒരു ആഗ്രഹമായിരുന്നു. കാരണം ഇന്ത്യയിൽ നിന്ന് അപ്രത്യക്ഷമായി പോയ, ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അപ്രത്യക്ഷമായി പോയൊരു വലിയൊരു കാർണിവോറാണ്. ഇറാനുമായിട്ട് ആദ്യം കുറേ സംസാരിച്ചു. കാരണം ഇറാനിൽ മാത്രമാണ് ഇപ്പോൾ ഏഷ്യാറ്റിക് ചീറ്റ ഉള്ളത്. പക്ഷേ ഇറാനോട് ചോദിച്ചപ്പോഴത്തേക്കും ഇറാൻ പറഞ്ഞു ചീറ്റപ്പുലിയൊക്കെ തരാം, പക്ഷേ പകരം 2-3 ഏഷ്യാറ്റിക് ലയൺ, നമ്മുടെ ഗുജറാത്തിലുള്ള ഏഷ്യാറ്റിക് ലയനെ കൊടുക്കാമെന്ന് ചോദിച്ചപ്പം അത് ഇന്ത്യക്ക് അത്ര വലിയ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ആ കാര്യം അവിടെ കൊണ്ട് ഉപേക്ഷിച്ചു. പിന്നെ ചീറ്റപ്പുലി ഉള്ളത് ആഫ്രിക്കയിലാണ്. അപ്പോൾ ഏഷ്യാറ്റിക് ചീറ്റയും ആഫ്രിക്കയിലുള്ള ചീറ്റയും ഞാൻ പറഞ്ഞല്ലോ ഒരു സ്പീഷീസ് തന്നെയാണ്, വേറെ സബ് സ്പീഷീസ് ആണ്, പക്ഷേ ജനറ്റിക്കലി വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ തീരുമാനിച്ചു ആഫ്രിക്കയിലുള്ള ചീറ്റയെ തന്നെ ഇന്ത്യയിലോട്ട് കൊണ്ടുവരാമെന്നും. അങ്ങനെ 2022 ചീറ്റപ്പുലികളെ ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നത്. നമീബിയയിൽ നിന്ന് 8 ചീറ്റപ്പുലികളെയും സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് 12 ചീറ്റപ്പുലികളെയാണ് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഇതിനെ റിലീസ് ചെയ്യാൻ തിരഞ്ഞെടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ മധ്യപ്രദേശിലെ കുണു പാൽപൂർ എന്ന് പറഞ്ഞൊരു കാടാണ് അവിടെ തിരഞ്ഞെടുത്തത്. കാരണം കുണു പാൽപൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 780 സ്ക്വയർ കിലോമീറ്റർ ഉള്ള ഒരു വലിയ കാടാണ്. ചമ്പലിന് അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. കുറേയേറെ ഗ്രാസ് ലാൻഡ് ഉണ്ട് അവിടെ, ഓപ്പൺ ആയിട്ടുള്ള കുറേയേറെ ഗ്രാസ് ലാൻഡ് ഉണ്ട്. ഏകദേശം 40-ലധികം ഗ്രാസ് ലാൻഡ് ഉണ്ടെന്നാണ് അവിടെ പറയപ്പെടുന്നത്. അവിടെ നിന്ന് ഓൾറെഡി കുറേയേറെ വില്ലേജസിനെ റീലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം പണ്ട് അവിടെ സിംഹത്തെ ട്രാൻസ്ലൊക്കേറ്റ്, ഗുജറാത്തിൽ നിന്ന് സിംഹത്തെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ വെച്ചിരുന്ന സ്ഥലമാണ് കുണു പാൽപൂർ. അപ്പോൾ അത് ഓൾറെഡി ആ കാട് സെറ്റാണ്. നല്ല പ്രേ പോപ്പുലേഷൻ ഉണ്ട് അവിടെ. ബ്ലാക്ക് ബക്ക് ഉണ്ട്, ഇന്ത്യൻ ഗസേലുണ്ട്, സ്പോട്ടഡ് ഡിയർ ഉണ്ട്, നീൽഗായ് ഉണ്ട്, ഇങ്ങനെ കുറേയേറെ മൃഗങ്ങളുണ്ട്. അപ്പം ചീറ്റയ്ക്ക് പറ്റിയ സ്ഥലമാണെന്ന് അവർ ഓൾറെഡി കണ്ടെത്തിയിട്ടാണ് ഈ ചീറ്റപ്പുലികളെ നമീബിയയിൽ നിന്നും സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പോൾ കൊണ്ടുവന്നപ്പോൾ അവർ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 സ്ക്വയർ കിലോമീറ്റർ ദൂരത്തിൽ ആദ്യം അവർ വലിയൊരു വേലി കെട്ടിയൊരു ഫെൻസ് ഉണ്ടാക്കി. കാരണം ആദ്യം കൊണ്ടുവരുന്ന ചീറ്റപ്പുലികൾ അതിൻ്റെ അകത്താണ് ഇവർ റിലീസ് ചെയ്തത്. അതുപോലെ തന്നെ വേറെ ഒരു 1/2 സ്ക്വയർ കിലോമീറ്റർ ഉള്ള ഒരു 2 പെന്നുകൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്, 2 ചീറ്റകളെ പിടിച്ചിടാൻ പറ്റിയ സ്ഥലം. അപ്പോൾ ആദ്യം കൊണ്ട ചീറ്റപ്പുലികളെ മൊത്തം അതിൻ്റെ അകത്ത് വെച്ചിട്ട് പിന്നെ ഇപ്പോൾ ഒരു 10-16 ചീറ്റപ്പുലികളെ അവർ വെളിയിലോട്ട് തുറന്നു വിട്ടിട്ടുണ്ട്. പക്ഷേ കൊണ്ടുവന്ന സമയത്ത് ഒരു 8-10 ചീറ്റകൾ ആദ്യം തന്നെ ചത്തുപോയിരുന്നു. അതോടൊപ്പം തന്നെ കുറേ ചീറ്റപ്പുലികൾ അതിൻ്റെ അകത്ത് പ്രസവിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ചീറ്റപ്പുലികളൊക്കെ. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ജൂൺ മാസം 2025 ജൂൺ മാസം കുനുവിലുണ്ടായിരുന്ന 2 ചീറ്റപ്പുലികളെ അവർ പിടിച്ചിട്ട് ഗാന്ധിസാഗർ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്, ഒരു 300 കിലോമീറ്റർ ദൂരോട്ട് മാറിയിട്ട് മധ്യപ്രദേശിൽ തന്നെയുള്ള ഗാന്ധിസാഗർ എന്ന് പറഞ്ഞൊരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലോട്ട് 2 ചീറ്റപ്പുലികളെ അവർ മാറ്റിയിട്ടുണ്ട്, ഒരു പരീക്ഷണാർത്ഥം. കാരണം അവിടെയും ചീറ്റപ്പുലികൾ സർവൈവ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ഡോസ് പോലെ അവർ ചെയ്യുന്നുണ്ട്. 2022 ചീറ്റപ്പുലികളെ ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നപ്പോൾ മുതൽ ഇന്ത്യയിലുള്ള പ്രകൃതി സ്നേഹികളും സയൻറ്റിസ്റ്റുകളും ഒക്കെ 2 തട്ടി നിൽക്കുകയാണ്. അതിന് ഭയങ്കരമായിട്ട് ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചീറ്റപ്പുലികളെ കൊണ്ടുവന്ന നല്ല കാര്യമാണോ അതോ ചീത്തക്കാര്യമാണോ എന്നുള്ള ഡിബേറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറേയേറെ പോയിന്റ് ഇതിനെക്കുറിച്ച് പഠിച്ചതും കുറേയേറെ ആൾക്കാരോട് സംസാരിച്ചതെന്നും ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ ഞാൻ ഇതിൻ്റെ നല്ല കാര്യങ്ങളും ചീത്ത വശങ്ങളും ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ഇതൊരു നല്ല കാര്യമാണോ ചീത്തയാണോ എന്നുള്ളത്. ഗുണങ്ങൾ ആദ്യം പറയാം. ഇന്ത്യയിൽ 70 വർഷമായിട്ട് നമുക്ക് ഒരു ചീറ്റ അന്യം നിന്ന് പോയിരുന്നു. കാരണം നമുക്കറിയാലോ ഒരു റൂമിൽ ഇപ്പോൾ ഒരു 16 ചെയർ ഇട്ടിട്ടുണ്ട്. ആ 16 എണ്ണത്തിൽ 15 എണ്ണത്തിൽ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഒരെണ്ണം എം ടി ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അതൊരു നല്ല കാര്യം. ആ കുറേ നാളായിട്ട് ഈ ചെയർ എം ടി ആയിട്ടിരിക്കുന്ന ഒരാളെ കൊണ്ടിരുത്തുക എന്ന് പറയുന്ന പോലെ ഇന്ത്യയിൽ നിന്ന് അപ്രത്യക്ഷമായി പോയുള്ള ചീറ്റയെ നമുക്ക് തിരിച്ചു കൊണ്ടുവന്ന ആ ചെയറിൽ അതിൻ്റെ ഹാബിറ്റാറ്റിൽ ഇരുത്തുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഒരു ഇൻ്റർ കോണ്ടിനെൻ്റൽ ഒരു ട്രാൻസ്ലൊക്കേഷനാണ്. ലോകത്തൊന്നും ഇതുവരെ നടത്താത്തൊരു കാര്യമാണ്. വേറൊരു കോണ്ടിനെൻ്റിൽ, ആഫ്രിക്കൻ കോണ്ടിനെൻ്റിൽ നിന്ന്, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് ചീറ്റയെ പിടിച്ച് ഇന്ത്യയിലോട്ട് കൊണ്ടുവരുന്നത് അതൊരു വലിയൊരു ഇൻ്റർനാഷണൽ സംഭവമാണ് അത് ചെയ്തിരിക്കുന്നത്. അത് ആദ്യത്തെ ഗുണം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ചീറ്റയെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നല്ല ഗ്രാസ് ലാൻഡുകളും ഡ്രൈ ആയിട്ടുള്ള കാടാണ്. അത് തീർച്ചയായിട്ടും നമ്മൾ കാടെന്നും സാധാരണ വിളിക്കാറില്ല. കാടെന്ന് നമ്മൾ പറയുന്നത് എന്താ, നല്ല ഇടതൂർന്ന പച്ചപ്പ് നിറഞ്ഞ കാടുകളെയാണ് നമ്മൾ സാധാരണ കാടെന്ന് പറയുന്നത്. പക്ഷേ ഈ കുണു പാൽപൂർ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് ഗ്രാസ് ലാൻഡുകളും നല്ല ഡ്രൈ ആയിട്ടും സ്ക്രബായിട്ടുള്ള ലാൻഡുകളെയൊന്നും നമ്മൾ ഒരിക്കലും കാടായിട്ട് കൂടിയിട്ടില്ല. അവിടെ കുറേയേറെ യുണീക്കായിട്ടുള്ള കുറേയേറെ പ്രത്യേകതയുള്ള ആനിമൽസ് ഉണ്ട്. അവിടെ സ്ട്രൈപ്പ് ഹൈനി ഉണ്ട്, ഗ്രേ വുൾഫ് ഉണ്ട്, പിന്നെ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്ന് പറഞ്ഞ പക്ഷികൾ, ലെസർ ഫ്ലോറിക്കൻ, ഇങ്ങനെ പറഞ്ഞ കുറേയേറെ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ആനിമൽസ് അങ്ങനെയുള്ള സ്ഥലത്ത് ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്തിടയ്ക്ക് ഒരു കാര്യം ഞാൻ വായിച്ചത്, മധ്യപ്രദേശിൽ അവർ ചീറ്റയുടെ ഫെൻസ് അവിടെ വെച്ചപ്പോൾ ആ ഫെൻസിൻ്റെ അകത്ത് ക്യാരക്കൽ എന്ന് പറഞ്ഞ്, നമ്മൾ സ്മോൾ ക്യാറ്റിനെ കുറിച്ച് ചെയ്തപ്പോൾ ഒരു ക്യാറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, സ്മോൾ ക്യാറ്റാണ് ക്യാരക്കൾ. അപ്പോൾ അത്യപൂർവമായിട്ട് കാണുന്ന, ഇന്ത്യയിൽ കാണുന്ന ക്യാരക്കളൊക്കെ ഇപ്പോൾ അവിടെ ഉണ്ട്. അതിൻ്റെയൊക്കെ കാര്യങ്ങൾ കൂടുതലായിട്ട് പഠിക്കാൻ പറ്റി. അവർ ക്യാമറ ട്രാപ്പൊക്കെ വെച്ചുകൊണ്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാകാൻ തുടങ്ങി. അപ്പം ഈ ഡ്രൈയും എറിഡുമായിട്ടുള്ള ഈ ഗ്രാസ് ലാൻഡും ഈ ഡ്രൈ ഫോറസ്റ്റിനെ കുറിച്ചൊക്കെ പ്രൊട്ടക്ഷൻ വന്നെന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ചീറ്റ വന്നതുകൊണ്ട് അടുത്ത ഒരു കാര്യം അതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ടൂറിസം നല്ലതായിട്ട് ബൂം ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള ലോക്കൽ ആൾക്കാർക്ക് കുറേയേറെ വരുമാനം കിട്ടുന്നുണ്ട്. അപ്പം ചീറ്റകളെ കുറിച്ചുള്ള കുറേയേറെ കൺസർവേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ലോക്കൽ ആൾക്കാർക്ക് കുറേയേറെ പൈസ കിട്ടുന്ന കാര്യം ആണ് ഈ ടൂറിസം കൊണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് ചീറ്റയെ ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നുള്ള ഗുണങ്ങൾ. അടുത്ത ഇതിൻ്റെ ദോഷങ്ങളാണ്. ഒന്നാമത്തെ കാര്യം ആൾക്കാർ പറയണത്,
ഇത് നമ്മുടെ ഏഷ്യാറ്റിക് ചീറ്റയല്ല. ഏഷ്യാറ്റിക് ചീറ്റ ഇപ്പോൾ ഇറാനിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആഫ്രിക്കയിൽ നിന്ന് ചീറ്റ ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ എന്ന് തന്നെയാണ് ഇത്രയും കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് ആ പൈസ നമുക്ക് നമ്മുടെ ഇന്ത്യയിലുള്ള വേറെ കടുവയ്ക്കോ പുലിക്കോ അല്ലെങ്കിൽ വേറെയുള്ള ചെറിയ പൂച്ചവർഗ്ഗങ്ങൾക്കൊക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കാമെന്നാണ് ആദ്യത്തെ കാര്യം പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവർ കൊണ്ടുവന്നേക്കുന്ന ഈ ചീറ്റ പുലിയെ കൊണ്ടുവന്നേക്കുന്ന കുണു പാൽപൂർ എന്ന് പറഞ്ഞ സ്ഥലം ഏകദേശം ചെറിയൊരു പാർക്ക്, 750 സ്ക്വയർ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇതധികം ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള പാർക്കുകളൊന്നുമില്ല. അതിൻ്റെ തൊട്ടടുത്തുള്ള ചമ്പൽ ആണ്. ചമ്പൽ കാടുകൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കില്ല. കുറേയേറെ കൊള്ളക്കാരൊക്കെ ഉള്ള സ്ഥലമാണ്. എനിക്കിപ്പോഴും അറിയാം. അവിടെ പണ്ട് ജോലി ചെയ്തിട്ടുള്ളൊരു ഫോറസ്റ്റ് ഓഫീസർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവിടെയൊക്കെ സ്ഥിരമായിട്ട് കൊള്ളക്കാരെയൊക്കെ കാണാറുള്ള. അപ്പോൾ സ്ഥിരമായിട്ടൊരു ഗൺ റണ്ണിങ് കൺട്രിയാണ് അവിടെ. ആൾക്കാർ ചിലപ്പോൾ ഈ മൃഗങ്ങളൊക്കെ വെടിവെച്ച് കൊല്ലാൻ സാധ്യതയുണ്ട്. വേറെ കാര്യം, നമ്മളൊരു ആകാശ ദൂരം എടുത്തു കഴിഞ്ഞാൽ കുണു പാൽപൂരിൽ നിന്ന് രന്തംപൂർ ഏകദേശം ഒരു 130-150 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ രന്തംപൂരിൽ നിന്നൊക്കെ അവിടെ വെളിയിൽ കിടക്കുന്ന സ്പിൽ ഓവറായി വരുന്ന ടൈഗർ ഒന്നും ഒരിക്കലും കുണു പാൽപൂരിൽ എത്താറില്ല. അതിനു മുമ്പ് ആൾക്കാർ വെടിവെച്ച് വന്നോ എങ്ങനെയൊക്കെയോ ഇതിനെ ഇല്ലാതാക്കുന്നുണ്ട്. അപ്പം അവിടെ ഒരു ഹോസ്റ്റൈലായിട്ടുള്ളൊരു സ്ഥലമാണ്, വളരെ പ്രശ്നബാധിത ഒരു സ്ഥലമാണ്. അവിടോട്ടാണ് ഈ ചീറ്റപ്പുലികളെ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ അത് സർവൈവ് ചെയ്യുമെന്നുള്ള നമുക്ക് കൃത്യമായിട്ട് അറിവുകളില്ല നമുക്ക്. പിന്നെ ഒരു കാര്യം, ഈ ചീറ്റപ്പുലിയെ നമ്മൾ ആഫ്രിക്കയിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. ആഫ്രിക്കയിലെ ചീറ്റകൾ വിൻ്റർ സമയത്ത്, നല്ല തണുപ്പുള്ള സമയത്ത്, സാധാരണ അവിടുന്ന് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ ആഫ്രിക്ക നല്ല തണുപ്പാണ്. ആ സമയത്തൊക്കെ ആഫ്രിക്കയിലെ ഈ ചീറ്റകളൊക്കെ ചെറിയൊരു എക്സ്ട്രാ ലെയർ ഫെയർ അവരുടെ ദേഹത്ത് നമ്മളൊരു കോട്ടിട്ട് നടക്കുന്ന പോലെ ചീറ്റകൾക്കൊക്കെ ഒരു തിക്ക് ഫെയർ വരും. ആ കോട്ട് അവർക്ക് സാധാരണ മില്യൺസ് ഓഫ് വർഷമായിട്ട് അവർ അഡാപ്റ്റ് ചെയ്തേക്കുന്നത്. ആ ചീറ്റകളെയാണ് നമ്മളിപ്പം ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നത്. ഓർത്ത് നോക്കിയേ, ഏപ്രിൽ മെയ് മാസങ്ങളിൽ അല്ലെങ്കിൽ ജൂൺ മാസമൊക്കെ മധ്യപ്രദേശിൽ ചൂടെന്നൊക്കെ പറയും 48-50 ഡിഗ്രിയൊക്കെ വരെ ചൂട് പോകാവുന്ന സമയത്ത് ഈ ചീറ്റപ്പുലികൾ ഇത്ര തിക്കായിട്ടുള്ളൊരു ഫെയറുള്ള കോട്ട് പോലെ അവരിട്ടുകൊണ്ട് അവരിങ്ങനെ ആ കോട്ടുമായിട്ട് ഇങ്ങനെ നമ്മുടെ ചൂടായ സ്ഥലത്തോട്ട് നടന്നു പോകുന്നത് അത് ഭയങ്കര ഒരു സങ്കടകരമായ കാഴ്ചയാണ്. അതുപോലെ തന്നെ ഇവർ വർഷങ്ങളായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെയുള്ള ഡിസീസുകളുമായിട്ടും ചെള്ളുകളൊക്കെ മൂലമുള്ള രോഗങ്ങളൊക്കെ ഉണ്ട്. അതിനെയൊക്കെ അതിജീവിച്ചാണ് ആഫ്രിക്കയിൽ അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ത്യയിലോട്ട് വരുന്ന സമയത്ത് പുതിയ രോഗങ്ങളായിരിക്കും, ചെള്ളുകൾ പുതിയതായിരിക്കും, അവരൊക്കെ രോഗങ്ങൾ പടർത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയായിരിക്കും ഒരുപക്ഷെ ചീറ്റകൾ കൊണ്ടുവന്നപ്പോഴത്തേക്കിന് ചത്തുപോയത്. ഇതൊക്കെയാണ് ഇതിൻ്റെ ദോഷങ്ങൾ. ഇനി ഈ ചീറ്റകൾ എത്ര നാൾ സർവൈവ് ചെയ്യുമെന്ന് നമുക്കറിയില്ല, നമുക്കത് കാത്തിരുന്ന് കാണാം. മധ്യപ്രദേശ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ഒരു നല്ല കുറേ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. കാരണം ഈ ചീറ്റ അവിടുന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഇവർ അടുത്തുള്ള ഈ കുണു പാൽപൂരിൻ്റെ അടുത്തുള്ള എല്ലാ ഗ്രാമത്തിലും പോയിട്ട് അവർ ഇതിനെക്കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യുന്നു ആൾക്കാരെ. ചീറ്റപ്പുലികളുടെ ഉള്ള ഗുണങ്ങൾ എന്താണ്, അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, ചീറ്റകളെ കൊല്ലരുതെന്നും അതിനെ ഒന്ന് ഉപദ്രവിക്കരുതെന്നുള്ളൊരു മെസ്സേജ് ഇവർ സ്ഥിരമായിട്ട് വില്ലേജുകൾ ലെവലിൽ പോയിട്ട് ഇവർ പറയാറുണ്ട്. അതുപോലെ തന്നെ ചീറ്റയെ കൃത്യമായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മോണിറ്റർ ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും അതിൻ്റെ കൂടെ ഒരു ട്രാക്കിംഗ് ടീമുണ്ട്, അവർ കൃത്യമായിട്ട് ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ചീറ്റകൾ സർവൈവ് ചെയ്യുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. ഇതൊക്കെയാണ് ചീറ്റയെ പറ്റിയുള്ള വിവരങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലോട്ട് ചീറ്റയെ കൊണ്ടുവന്നതിലുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത് നല്ലതാണോ ചീറ്റയാണോ? ഇതൊക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുമല്ലോ. ഇനിയും ഇങ്ങനെയുള്ള വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. കീപ് വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്.